രാവണവധം. രാഘവൻ മാതലിയോടരുളി ചെയ്തിതാകുലമെന്നിയെ തേർന്നടത്തിയിടു നീ. മാതലി തേരതിവേഗേന കൂട്ടിനാനേതുമേ ചഞ്ചലമില്ലത ശാസ്യനും. മൂടി പൊടി കൊണ്ടു ദിക്കുമുടനിട കൂടി ശരങ്ങളുമെന്തൊരു വിസ്മയം. രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും. യാതുധാനാധിപൻ വാജികൾ തമ്മെയും മാതലി തന്നെയുമേറെ എഴുതിയിടിനാൻ. ശൂലം മുസലം ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും. സായജലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തിതു രാമനും. ഏറ്റമണഞ്ഞു മകനും വലം വെച്ചുമേറ്റുമിടം വെച്ചുമൊട്ടു പിൻവാങ്ങിയും. സാരഥിമാരുടെ സൗത്യ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം. ഈ വണ്ണമുണ്ടാകയുമില്ലീ വണ്ണമിനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാർ. നന്നു നന്നെന്നു തെളിഞ്ഞിതു നാരദൻ. പൗലസ്ത്യ രാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ. വാതമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനി താനും വിറച്ചിതു പാരമായി. പാഥോനിധിയുമിളകി മറഞ്ഞിതു പാതാളവാസികളും നടുങ്ങിയിടിനാർ. അമ്പുധി അമ്പുതിയോടൊന്നെതിർക്കിലും അമ്പരമമ്പരത്തോടെതിർത്തിയിടിലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും. അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാനതു നേരമെപ്പോഴേ. കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും. ഉണ്ടായിതപ്പോളതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിൽ ഇട്ടാനരക്ഷണാൽ. യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നിന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലുമെങ്ങും കുറവില്ലവൻ തല 10നും. രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമെത്ര തുലോം. കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വമ്പന മാരീചൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്നെന്തതി നിഷ്ഠുരനാം. ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായതിദ്ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവുമേതുമൊന്നീശ്വരാ. ചിന്തിച്ചു രാഘവൻ പിന്നെയും അദ്ദശകന്ധരൻ മെയ്യിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിനവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കേൾപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം. മാതലി താനും തൊഴുതു ചൊല്ലിയിടിനാനേതും വിഷാദമുണ്ടായിക മാനസേ. മുന്നമഗസ്ത്യ തപോധനനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീതെന്നോടിനി കൊന്നിടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു. വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിന്നുതരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം. വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ പുക്കു. ചോര കഴുകി മുഴുകി വിരവൊടു മാരുതവേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവൊടു ബാണവും. എന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശുമറിഞ്ഞു വീണിടിനാൻ. പാരിൽ മരാമരം വീണ പോലെ തഥാ. കൽപ്പവൃക്ഷ പുതുമലർത്തൂകിനാരുൽപ്പന്നമോദേന വാനവരേവരും. അർക്കകുലോദ്ഭവൻ മൂർധനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു.
പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ അർക്കനും നേരായുദിച്ചാനതു നേരം മന്ദമായി വീശിത്തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ ശേഷിച്ച രാക്ഷസരോടീയകം പുക്കു കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ അർക്കജൻ മാരുതി നീലാംഗദാദിയാം മർക്കട വീരരുമാർത്തു പുകഴ്ത്തിനാർ അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന വീരമഹാശയനോചിതനായ നീ പാരിലീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിനതാർക്കൊഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനരുൾ ചെയ്തിതാതരാൽ എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഖേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്കെന്നിയോഗം വരാം ദോഷങ്ങളെല്ലാം ഒടുങ്ങി ദിവന്നിനി ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ ഇത്തമരുൾ ചെയ്തു നിന്നരുളും നേരം തത്ര മണ്ഡോദരി കേണു വീണിടിനാൾ ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞും ആതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചും പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ പങ്ക്തിരഥാത്മജനപ്പോളരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോടു സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം തത്ര വിഭീഷണൻ ചൊന്നാനിവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതു മടിയനിവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന ബഹുമാനമോടെ രഘൂത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട് മൽബാണമേറ്റുരണാന്തേ മരിച്ചൊരു കർപ്പുരാധീശ്വരനറ്റിതു പാപങ്ങൾ വൈരവുമാമരണാന്തമെന്നാകുന്നിതേറിയ സത്ഗതിയുണ്ടാവതിന്നു നിശേഷക്രിയകൾ വഴിയെ കഴിക്കൊരു ദോഷം നിനക്കതിനേതുമകപ്പെടാ ചന്ദനഗന്ധാധികൾ കൊണ്ടു ചിതയുമാനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപദേഹമലങ്കരിച്ച് ആർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ടഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുധക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ ചെന്നു നിജ നിജ മന്ദിരം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർക്കളും